നമസ്കാരം. ഒടുവിൽ തലസ്ഥാനത്തെ ഓഫീസ് വിവാദത്തിന് ക്ലൈമാക്സ്. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്ത് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന തന്റെ ഓഫീസ് ഒഴിയാൻ തീരുമാനിച്ചു. വാർഡ് കൗൺസിലറും ബി.ജെ.പി. നേതാവുമായ ആർ. ശ്രീലേഖയുമായി ഓഫീസിന്റെ പേരിൽ ഉടലെടുത്ത തർക്കത്തെ തുടർന്നാണ് മണ്ഡലത്തിലെ മരുതൻകുഴിയിലേക്കുള്ള ഓഫീസ് മാറ്റാൻ എം.എൽ.എ. തീരുമാനിച്ചത്. തർക്കങ്ങൾ അവസാനിപ്പിക്കാനാണ് തന്റെ തീരുമാനമെന്ന് വി.കെ. പ്രശാന്ത് മാധ്യമങ്ങളെ അറിയിച്ചു. കൂടുതൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വി.കെ. പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നത്. ഓഫീസ് ഒഴിഞ്ഞു നൽകാൻ ബി.ജെ.പി. കൗൺസിലർ ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ട സംഭവം വലിയ വിവാദമായിരുന്നു. കൗൺസിലറുടെ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാട്ടിയാണ് ആർ. ശ്രീലേഖ എം.എൽ.എയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ കോർപ്പറേഷൻ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് വരെ വാടകയ്ക്ക് നൽകിയിട്ടുള്ള കെട്ടിടം ഒഴിയാനാകില്ലെന്നും കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ എം.എൽ.എയുടെ നിലപാട്. ഇതോടെ ഓഫീസ് പ്രശ്നം വലിയ രാഷ്ട്രീയ തർക്കമായി വളർന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരമേറ്റതിന് പിന്നാലെയാണ് ഈ തർക്കം ഉടലെടുത്തതെന്നതും ശ്രദ്ധേയമാണ്. പിന്നാലെ കോർപ്പറേഷൻ നൽകിയ കെട്ടിടങ്ങളുടെ വാടക കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. പലതും നാമമാത്രമായ തുകയാണ് വാടകയെന്ന വിവരവും പുറത്തു വന്നതോടെ ഇതും ചർച്ചയായി. തർക്കം രൂക്ഷമായതോടെ കൗൺസിലർ ശ്രീലേഖ നിലപാടുമായിപ്പെടുത്തി രംഗത്ത് വന്നു. താൻ സൗഹൃദത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങളിരുവരും സുഹൃത്തുക്കളാണെന്നുമായിരുന്നു അവരുടെ പ്രതികരണം. എന്നിരുന്നാലും അടുത്തിടെ എം.എൽ.എയുടെ ബോർഡിന് മുകളിൽ ശ്രീലേഖയുടെ പേരെഴുതി ബോർഡ് സ്ഥാപിച്ചത് വീണ്ടും ചർച്ചയാകുകയും ചെയ്തു. കൂടാതെ കൗൺസിലർ ഓഫീസിലെ പരിമിതമായ സൗകര്യങ്ങളും കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ മാലിന്യവും വ്യക്തമാക്കുന്ന വീഡിയോ അടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ച ശ്രീലേഖ എം.എൽ.എ. ഓഫീസ് ഒഴിയുന്നതുവരെ ചെറിയ സ്ഥലത്ത് തന്നെ സേവനം തുടരുമെന്നും സൂചിപ്പിച്ചിരുന്നു. കോർപ്പറേഷനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതെന്നും മാർച്ച് വരെ കാലാവധി ഉണ്ടെന്നും ഒഴിയില്ലെന്നുമുള്ള ഉറച്ച നിലപാടായിരുന്നു വി.കെ. പ്രശാന്ത് സ്വീകരിച്ചിരുന്നത്. ഒടുവിൽ വിവാദങ്ങൾക്ക് ഇനി സ്ഥാനമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വി.കെ. പ്രശാന്ത് തന്റെ നിലപാട് മാറ്റിയത്. ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ വരുന്ന ഇടമാണ് എം.എൽ.എ. ഓഫീസ്. അതിനു പറ്റിയ സ്ഥലത്തേക്കാണ് മാറുന്നത്. വികസനത്തിന് വേണ്ടിയാണ് ജനം തങ്ങളെ തെരഞ്ഞെടുത്തത്. ഓഫീസിൽ ജനം വരുന്നത് രാഷ്ട്രീയത്തിനല്ല. ഈ വിവാദങ്ങളെ വെച്ചുകൊണ്ട് തനിക്കെതിരെ വ്യക്തിപരമായി അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പുതിയ ഓഫീസിലേക്ക് മാറുന്ന തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തീരുമാനത്തോടെ ശാസ്തമംഗലം ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും അന്ത്യമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ കൗൺസിലർ ആർ. ശ്രീലേഖ അനുമതി വാങ്ങാതെ അതിക്രമിച്ചു കയറി ചട്ടലംഘനം നടത്തിയെന്ന പരാതി പോലീസ് അന്വേഷിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് DGPക്ക് കൈമാറിയത്. അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് നടപടി. അതിനിടെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ പോലീസ് കേസെടുക്കുമെന്നാണ് വിവരം. കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലർ അതിക്രമിച്ചു കയറിയെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്ന് ചില പോലീസ് ഉന്നതർക്ക് അഭിപ്രായമുണ്ട്. കോർപ്പറേഷൻ അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായി അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലെ കെട്ടിടത്തിൽ ശ്രീലേഖയ്ക്ക് ഓഫീസ് തുറക്കാൻ നിയമപരമായി കഴിയുകയുള്ളൂവെന്നായിരുന്നു പരാതിയിൽ അവകാശപ്പെട്ടത്. തനിക്ക് ഓഫീസ് റൂം ഉണ്ടെന്ന് അവകാശപ്പെട്ട് അവിടെ എത്തിയത് ചട്ടലംഘനമാണെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത്. ഈ പരാതിയിൽ കേസെടുത്താൽ അത് പല ചർച്ചകളിലേക്കും കാര്യങ്ങളെത്തിക്കും. കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ അവകാശികൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഈ സാഹചര്യത്തിൽ അതിക്രമിച്ചു കയറിയെന്ന് എങ്ങനെ കുളത്തൂർ ജയ്സിംഗ് പറയുമെന്ന നിയമപരമായ സംശയം പോലീസിനുണ്ടായിരുന്നു. ഇത്തരം ചർച്ചകളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വി.കെ. പ്രശാന്ത് തന്നെ തന്റെ നിലപാട് മാറ്റി രംഗത്ത് വന്നതും. ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലായിരുന്നു ആർ. ശ്രീലേഖ തന്റെ ഓഫീസ് തുറന്ന കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചതും. തന്റെ ഓഫീസ് മുറി എന്ന് പറയാൻ കഴിയാത്ത ചെറിയൊരു ഇടമാണെന്നായിരുന്നു ആർ. ശ്രീലേഖ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. ആത്മാർത്ഥതയുള്ള ജനസേവയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം. ജനസേവനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിരവധി പേർ കാണാനെത്തി. അവരെ സഹായിച്ചതിൽ തൃപ്തിയുണ്ടെന്നും അത് മതിയെന്നുമായിരുന്നു ശ്രീലേഖ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്.